മുംബൈയിലെ ധാരാവി പോലെ ഒറ്റ രാത്രി കൊണ്ടുള്ള ഒരു ഒഴുപ്പീര്. ഈ അധോലോക പ്രവൃത്തി കഴിഞ്ഞിട്ട് ഹരിപ്പാടിന്റെ മണ്ണിൽ വീണ്ടും ഒരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഈ സത്യം തെളിയിക്കുക തന്നെ വേണം. അതിനോടൊപ്പം ഇനി ഇങ്ങനൊരു ദാരുണ സംഭവം നമ്മുടെ മണ്ണിൽ ഉണ്ടാകുകയും അരുത്. ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹരിപ്പാട് കരുവാറ്റ സ്വദേശി 40 വയസ്സുള്ള വിജിത്ത് എന്ന ചെറുപ്പക്കാരനാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. 2025 ഡിസംബർ 10 വിജിത്ത് കൃഷ്ണഗിരിയിലെ തന്റെ താമസ സ്ഥലത്ത് തൂങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. മരണം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞാണ് വിജിത്തിന്റെ ബന്ധുക്കൾ വിജിത്തിനെ കാണാനില്ല എന്നുള്ള കാരണത്താൽ പോലീസിൽ പരാതി നൽകിയത്. ഇതിന്റെ പേരിൽ പോലീസ് അന്വേഷിച്ചപ്പോഴാണ് ഡിസംബർ 10 അതായത് 2025 തന്നെ വിജിത്ത് മരിച്ചതായിട്ടുള്ള ആ ദാരുണ സംഭവം വീട്ടുകാർ മനസ്സിലാക്കുന്നത്. ഈ വിവരത്തിനോടൊപ്പം പോലീസുകാർ കാട്ടിയ ക്രൈം സീനിലെ ഫോട്ടോയിൽ ഒരു സ്ത്രീ, അതായത് കായംകുളം കണ്ടല്ലൂർ സ്വദേശിയായ ലേഖ എന്ന സ്ത്രീ ഒരു കൂസലുമില്ലാതെ ഇരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടപ്പോഴാണ് ഇതിനകത്തെ ദുരൂഹത നാട്ടുകാരും വീട്ടുകാരും മുന്നോട്ട് വെക്കുന്നത്. ആ സമയത്ത് ലേഖ എന്ന ഈ സ്ത്രീ വിജിത്തിന്റെ ശവശരീരം ധൃതി പിടിച്ച് സംസ്കരിക്കുവാൻ കാണിച്ച ധൃതിയാണ് വീട്ടുകാരെയും നാട്ടുകാരെയും ഈ മരണത്തിന് പിന്നിലുള്ള ദുരൂഹത പുറത്തു കൊണ്ടുവരാൻ കാരണമായിട്ട് ചൂണ്ടി കാണിക്കുന്നത്. സാമ്പത്തിക അട്ടിമറി തന്നെയാണ് ഈ മരണത്തിന് പിന്നിലെ കാരണമെന്ന് അവർ തറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. ഭർത്താവും 2 മക്കളുമുള്ള ലേഖ എന്ന് പറയുന്ന ഈ സ്ത്രീ വിജിത്തുമായിട്ട് ഒന്നിച്ചു താമസിച്ചു വരികയായിരുന്നു. ആ സമയത്താണ് വിജിത്ത് മരണത്തിന് കീഴടങ്ങിയത്. ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുമായി ചേർന്നാണ് ലേഖ ഈ സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. അവിവാഹിതനായ വിജിത്തിന്റെ ഈ ബോഡി വ്യാജബന്ധത്തിന്റെ പേരിൽ ലേഖയും കൂട്ടാളിയായ ഗോപാലകൃഷ്ണനും ചേർന്ന്, എന്തൊക്കെയായാലും ഗോപാലകൃഷ്ണനും ലേഖയും നാളെ നിയമത്തിന്റെ മുന്നിൽ കീഴടക്കുക തന്നെ ചെയ്യും. എന്നാൽ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് വേറെ ചിലതൊക്കെയാണ്. വിജിത്തിനെ പോലുള്ള ചെറുപ്പക്കാരോട്, ഈ സമൂഹത്തിലെ അനേകം ചെറുപ്പക്കാരോട്, നിങ്ങൾ ഈ ജീവിതത്തിലെ ആത്മാഭിമാനവും സമാധാനവും നിലനിർത്താൻ ചില നിർണായക തീരുമാനങ്ങൾ എടുത്തേ മതിയാകൂ. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കാൻ ചില ബന്ധങ്ങളെ, ചില മനുഷ്യരെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ടത് അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ്. അവരെ ഉപേക്ഷിക്കാൻ നാം ഒരു കാരണവശാലും മടിക്കരുത്. നമ്മളെ അവർ വെറും ഒരു ആവശ്യം മാത്രമായി കരുതുന്ന നിമിഷം അവിടെ നിന്ന് നിശബ്ദനായി മടങ്ങിപ്പോകുക എന്നതാണ് നമ്മൾ നമ്മളോട് ചെയ്യുന്ന നീതി. നമുക്ക് തോന്നുമ്പോൾ മാത്രം നമ്മൾക്കായി എറിഞ്ഞു തരുന്ന എല്ലിൻ കഷ്ണത്തിൽ കടിച്ചു തൂങ്ങി സ്നേഹത്തിന്റെ പേരിൽ ജീവിതം തന്നെ ഹോമിക്കുന്ന നിങ്ങൾ അടിമകളല്ല എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നിങ്ങളുടെ കൂടെ ഉത്തരവാദിത്വമാണ്. വിജിത്തിനെ പോലുള്ള ചെറുപ്പക്കാർ ഇനി ഈ നാട്ടിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ മനസ്സിലെടുക്കേണ്ട തീരുമാനങ്ങളാണിത്. ഞാൻ ഇങ്ങനെയൊക്കെയാണ്, പറ്റുമെങ്കിൽ എൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, എന്നെക്കൊണ്ട് ഇത്രയ്ക്കൊക്കെ പറ്റൂ എന്നൊക്കെയുള്ള ആ ഡയലോഗുകൾക്ക് മുന്നിൽ സ്വയം പതുങ്ങി, സ്വയം സഹതപിച്ച്, സ്വയം ഭീരുമായി ജീവിക്കുന്നതിനേക്കാട്ടിൽ നല്ലത് ധീരതയോടെ തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ ഇറങ്ങിപ്പോകുന്നത് തന്നെയാണ്. ഒരാൾക്ക് നൽകിയ സ്നേഹത്തിനും പരിഗണനയ്ക്കും പകരം ഇങ്ങനെയുള്ള നിഷ്ഠൂരമായ വാക്കുകളാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട. നിങ്ങൾ അവിടെ നിൽക്കേണ്ടവരല്ല. നിങ്ങൾ അവിടെ ആ സ്നേഹത്തിന് മുന്നിൽ നിങ്ങൾ സഹിക്കേണ്ടവരല്ല. ക്ഷമിച്ചും ലഭിക്കുന്നത് സ്നേഹമല്ല. വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ നിഷേധാത്മകമായിട്ടുള്ള സ്നേഹങ്ങളെ വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. കാരണം നമ്മളെ സ്നേഹിക്കേണ്ടതും പരിഗണിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. സ്വന്തം സമാധാനത്തെക്കാൾ വലുതായിട്ട് ഈ ലോകത്ത് മറ്റൊന്നില്ല എന്ന് മനസ്സിലാക്കുന്ന നിമിഷമാണ് സത്യം പറഞ്ഞാൽ ഒരാൾ, അല്ലെങ്കിൽ വിജിത്തിനെ പോലുള്ള ഒരാൾ, അല്ലെങ്കിൽ വിജിത്തിനെ കൂടാത്ത ഒരാൾ ജീവിച്ചു തുടങ്ങുന്നത് ആ നിമിഷം മുതലാണ്. ഈ ഇറങ്ങിപ്പോക്ക് എന്ന് പറയുന്നത് ആരോടുമുള്ള വിദ്വേഷമോ പകയോ കൊണ്ടായിരിക്കരുത്. സ്വന്തം ആത്മാഭിമാനം പണയപ്പെടുന്ന നിമിഷം, സ്വന്തം സ്വസ്ഥത നഷ്ടപ്പെടുന്ന നിമിഷം, നമ്മുടെ മനസ്സിലേക്ക് നിരാശ കടന്നു വരുന്ന നിമിഷം നമ്മൾ എടുക്കേണ്ട ഒരു ദൃഢമായ തീരുമാനമാണത്. ഈ സ്നേഹമെന്ന് പറയുന്നത് യാചിച്ചു നേടുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് സ്വസ്ഥമായി, സ്വന്തമായി, തനിച്ച് നടന്നു നീങ്ങുന്നത് തന്നെയാണ്. ചില വാതിലുകൾ നമ്മൾക്ക് അടയ്ക്കാൻ തോന്നുന്നത് ജീവിതം അവസാനിച്ചു എന്നുള്ള തോന്നൽ വരുന്നത് കൊണ്ടല്ല. കൂടുതൽ ശാന്തമായ, കൂടുതൽ തണലുള്ള, നമ്മളെ അർഹിക്കുന്ന വഴികൾ നമ്മൾക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ വാതിലുകൾ കൊട്ടി അടയ്ക്കേണ്ടതായിട്ടുള്ളത്. നമ്മെ സ്നേഹിക്കുന്ന, നമ്മളായി തന്നെ അംഗീകരിക്കുന്ന ആ ആളുകൾക്ക് വേണ്ടി നമ്മുടെ സ്നേഹവും സമയവും നമുക്ക് നൽകാം.
കാരണം നമ്മളുടെ സമാധാനമാണ് നമ്മളുടെ ഏറ്റവും വലിയ വിജയം. വിജിത്തിന് വന്നതുപോലുള്ള ഒരു അവസ്ഥ ഇനി വേറൊരാൾക്കും വരാതിരിക്കാൻ വേണ്ടി നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ മനസ്സിലൊരു പ്രതിജ്ഞ എടുക്കാം. ഞാനൊരു വിജിത്തല്ല, എനിക്ക് വേണ്ടത് യഥാർത്ഥ സ്നേഹമാണ്. ഞാനത് തിരഞ്ഞെടുക്കുക തന്നെ ചെയ്യും, ഞാനത് കണ്ടെത്തുക തന്നെ ചെയ്യും. എനിക്കതിനുള്ള കഴിവുണ്ട്. ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള ഈ കപട സ്നേഹത്തെ തിരിച്ചറിയാനും അതിനെ നിരസിക്കാനുമുള്ള ബലം എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന തിരിച്ചറിവോടുകൂടി ഓരോ ചെറുപ്പക്കാരും ഓരോ ചെറുപ്പക്കാരികളും ഓരോ വ്യക്തികളും മുന്നോട്ട് പോവുക. ഈ വാക്കുകൾ സത്യസന്ധമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.